അതോടൊപ്പം അവരോട് ചോദിച്ച രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ നമ്മളുടെ ബിസിനസ്സിന് അതിലൊരു ഭയങ്കര സ്ട്രഗിൾ ഉണ്ട് എങ്കിൽ സ്ട്രഗിൾ ഉള്ള ഒരു ബിസിനസ്സാണ്, അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് ഒന്നും കൂടെ എക്സ്പാൻഷൻ ചെയ്യേണ്ടതുണ്ടോ, അതോ മറ്റ് ഇത്ര സ്ട്രഗിൾ ഇല്ലാത്ത ഏതെങ്കിലും ബിസിനസ്സിലേക്ക് നമ്മൾ തിരിയേണ്ടതുണ്ടോ എന്നാണ്. നമുക്ക് ഇതെന്താന്ന് വെച്ചാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെയാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നവരെ നമുക്കത് വളരെ എളുപ്പമുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അതിലോട്ട് ആക്ച്വലി അവരുടെ ഷൂസിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ, അവരുടെ ആ കസേരകളിലോട്ട് കയറിയിരിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചലഞ്ചസ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് അത് ലാഭകരമല്ല, അപ്പുറത്ത് വേറൊരാൾ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞാൽ അതിലോട്ട് ഇറങ്ങുമ്പോഴാണ് അതിന്റെ കെണികളും അതിന്റെ പ്രോബ്ലംസ്. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ലാഭത്തിന്റെ പങ്കുകളുണ്ട്, മാർജിൻസിന്റെ ഇതുണ്ട്, കോമ്പറ്റീഷന്റെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളുടെ ബിസിനസ്സിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. അതെ, അവൻ അതിൽ എക്സ്പേർട്ട് ആണ്. മറ്റൊന്നും ഇപ്പൊ അവിടെ ലാഭം ഉണ്ടെങ്കിൽ പോലും, ഒരുപാട് ലാഭം ഉണ്ടെങ്കിൽ പോലും, അവിടെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും അവൻ എവിടെയാണോ എക്സ്പേർട്ട് അതിനെ ക്ലാരിറ്റി വരുത്തിയിട്ട് വീണ്ടും അതിൽ എവിടെയൊക്കെ ലൂസ് പോയിന്റുകൾ ഉണ്ട് അത് അടച്ച്, എവിടെയൊക്കെയാണോ വരുമാനം കൂട്ടാൻ വരുന്ന ഭാഗങ്ങൾ, സർവീസിനെ ഒന്നും കൂടെ നന്നാക്കിയിട്ട് കസ്റ്റമേഴ്സിനെ ഒന്നും കൂടെ ആകർഷിക്കുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാ ഫീൽഡിലേക്കും 1, 2, 3 പറഞ്ഞ് കുറെ തുടങ്ങി ലാസ്റ്റ് ഇവിടെയും ഉണ്ടാവില്ല ആള്, അവിടെ ഉണ്ടാവില്ല ആള്, ആകെ പോയി പെടുന്ന രീതിയിലേക്ക് പലതിലേക്കും പോകുന്നത് അത്ര നല്ലതല്ല. അതിനർത്ഥം ഇതിന് കഴിയുന്ന ആളുകളുണ്ട് കേട്ടോ, അങ്ങനെ പലതിലേക്കും പോകാൻ പറ്റുന്ന ആളുകളുണ്ട്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ 7 ടൈപ്പ് ഓഫ് ബിസിനസ് എങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് പല സിറ്റുവേഷൻസും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നമ്മൾക്ക് പ്രതികൂലമായിട്ട്, നമ്മുടെ കയ്യിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പ്രതികൂലമായിട്ട് വരാറുണ്ട്. അപ്പോൾ കോവിഡ് സിറ്റുവേഷൻ വന്നു, ചില ബിസിനസ്സിനെ അതൊരു ഐശ്വര്യമായി മാറിയപ്പോൾ ഒരുപാട് ബിസിനസ് അതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു അല്ലെ, നമ്മുടെ കയ്യിലില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മൾ ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിവിധ മേഖലയിലുള്ള ബിസിനസ്സിലോട്ട് നമ്മൾ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മേഖലയിൽ ബിസിനസ്സിൽ ഇൻവോൾവ് ആകുകയാണോ വേണ്ടത്, പല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണോ വേണ്ടത്? പല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരേ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇൻവെസ്റ്റ്മെന്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ അല്ല, സ്വന്തം ഒരു ബിസിനസ് നടത്തുന്നത്. അതെ, തീർച്ചയായും നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്നതാണ് ഞാൻ അല്ല, നമുക്ക് ഫോക്കസ് എപ്പോഴാണ് നമ്മൾ അടുത്ത ബിസിനസ്സിലോട്ട് ജമ്പ് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്. നമ്മളുടെ നിലവിലുള്ള ബിസിനസ് ട്രാക്കിൽ കയറി എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം നമ്മൾ അവിടെ നിന്ന് അടുത്ത ബിസിനസ്സിലോട്ട് ഫോക്കസ് ചെയ്യണം. ട്രാക്കിൽ കയറി അതിന്റെ റിവ്യൂ സിസ്റ്റം പോലും ഓട്ടോമേറ്റഡ് ആയിരിക്കണം. അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനുള്ള പരിഹാരം പോലും അവിടെ ഡിഫൈൻഡ് ആയിരിക്കണം. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാണ്, നമ്മളിപ്പോൾ ഉള്ളത് അമിത് യൂണിവേഴ്സിറ്റിന്റെ മുമ്പിലാണ്. ഇവിടെ തന്നെയാണ് ഉള്ളത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. ഒരുപാട് യൂണിവേഴ്സിറ്റികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഓരോ കാര്യം ഇന്ന് ഓട്ടോമേറ്റഡ് ആണ്. നമ്മളോട് അധ്യാപകർ കൃത്യമായി വിശദീകരിച്ചു തന്നു. കണ്ടില്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ പോലും അതിനകത്ത് പോലും ഒരു റോബോട്ട് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന പോലെ നമ്മുടെ ബിസിനസ്സിനെയും ഒരു ഓട്ടോമേറ്റഡ്, സെയിം വാക്ക് വന്നപ്പോൾ പറയണം, നമ്മുടെ ബിസിനസ്സും ഇതുപോലെ ഓട്ടോമേറ്റഡ് ആവണം. അവിടെ ഓട്ടോമേറ്റഡ് ആവാതെ ചാടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയാൽ പണി കിട്ടിയിരിക്കും. ഒരു സെൽഫ് ഹീലിംഗ് സിസ്റ്റം, ഒരു പ്രോബ്ലം വന്നാൽ പോലും അതിനെ എങ്ങനെ നമ്മൾ മറികടക്കണം എന്നുള്ള അവിടെ സെൽഫ് ഹീലിംഗ് സിസ്റ്റം ഉണ്ടാവുമ്പോഴാണ് അത് സ്വന്തം കാലിൽ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് ആ ബിസിനസ് റൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഫോക്കസ് നെക്സ്റ്റ് വണ്ണിലോട്ട് കൊടുക്കാം. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ പോകുന്നു. ഇപ്പൊ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, അദ്ദേഹത്തിന് ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹത്തെ എല്ലായിടത്തൊന്നും പോകുന്നില്ല, വളരെ റെയർ ആയിട്ടാണ് ഓഫീസും. കാരണം അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ സിസ്റ്റം എങ്ങനെയാണ്, അവരുടെ ആളുകൾ എങ്ങനെയാണ്, അവർ മോൾഡ് ചെയ്തെടുത്തുള്ള ആളുകളുണ്ട്. അപ്പോ അതൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം ആയിട്ട് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അങ്ങനെയൊക്കെ ആവുന്ന ആളുകളെ കണ്ടിട്ട് ആളുകൾ ഇപ്പൊ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ചെറിയ ബിസിനസ്സുള്ള ആളുകൾ പോയി വരുമ്പോഴത്തേക്ക് വലിയൊരു ബാധ്യതകൾ ചിലപ്പോഴത്തേക്കുള്ള ആളുകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം അത് അങ്ങനെ ബാധ്യത ഉണ്ടാവാത്ത രീതിയിൽ ആ ഭാഗം ഒന്നും ബ്ലോക്ക് ചെയ്യാതെ ആയിരിക്കും അവര് നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ നടന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ വീഡിയോക്കുള്ള ഒരു പ്രത്യേകത. ഞാൻ പറയുന്ന ഭാഗങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു മാസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വലിയ ബാധ്യതകൾ ഉണ്ടാക്കിയിട്ട് ആകെ അന്തം വിട്ടു നിന്ന നമ്മളടുത്ത് സിസ്റ്റം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ വലിയൊരു ബാധ്യത ആകെ കണ്ണൊക്കെ അന്താളിച്ചു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ ഫ്രണ്ട്സിന് ഉണ്ടാവരുത് എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സംസാരവും ഈ ടോക്ക് നമ്മൾ സംഘടിപ്പിച്ചത്, സ്മൈൽ ടോക്ക്.
അപ്പൊ ഇതുപോലുള്ള ഇത് കാര്യങ്ങൾ ജീവിതത്തിൽ പല നമ്മുടെ ചെറിയ ബിസിനസ്സുകാരായ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അവര് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൂടെ ഈ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യണം, പറയണം. അത് കൂട്ടായിട്ട് നമുക്ക് പരസ്പരം പറയുമ്പോഴാണ് അത്തരം തെറ്റുകൾ നമുക്ക് ആവർത്തിക്കാതെ ബിസിനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും അതൊരു നല്ലൊരു ഉദ്ദേശമാണ് ഈ വീഡിയോക്ക് പിന്നിലുള്ളത്. അതെ, അതെ. നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് ഇത് എല്ലാവർക്കും എല്ലാം ഒരുപോലെ ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പലർക്കും അവരുടെ ലൈഫിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന, ശ്രദ്ധ കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് വരാവുന്ന, നമ്മൾ ഒരിക്കലും അവസരങ്ങൾക്കെതിരല്ല. പക്ഷേ ചില അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് നമ്മൾ അത് വരുത്തി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്തിട്ടില്ലേ ഇന്നതാണ് ഫലം, അനന്തരഫലം. അങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വേറെ ചില ഐഡിയാസ് വരും. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതൊന്നുമില്ലേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് കിട്ടാൻ ചാൻസ്. അവർക്ക് അവരുടെ അനുഭവമായി കണക്ട് ചെയ്ത് വേറെ ചിലത് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവരെ ബിസിനസിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ തിരക്ക് പിടിച്ച സമയമാണെങ്കിൽ പോലും നമ്മൾ ഇത്തരം ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പോസിറ്റീവ് കാണുകയും ഈ പോസിറ്റീവ് കൂട്ടായ്മയിൽ മാക്സിമം ആളുകൾ കൂടുകയും ഒക്കെ ചെയ്യണം. നമ്മളിപ്പോ ഇന്നലെ സംസാരിച്ചു, ഒരു പുതിയൊരു HR-നെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, അന്ന് ആ ദിവസം തന്നെ ഈ ഒരു അനുഭവം, നമ്മൾ പുതിയൊരു HR-നെ എടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നമ്മുടെ ഈ ബിസിനസ്മാൻമാർക്കിടയിൽ സംസാരിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അവരും ഒന്നും കൂടെ സൂക്ഷിക്കും പുതിയൊരാളെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ബിസിനസ് എപ്പോഴാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് നമ്മൾ കോൺഫിഡൻ്റ് ആണ്, ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നുള്ളത് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. അവിടെ ഞാനില്ലെങ്കിലും എനിക്കൊരു 2 മാസം 3 മാസം ഞാൻ അവിടെ മാറുന്നു കഴിഞ്ഞാലും അവിടുത്തെ സിസ്റ്റം സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് റൺ ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ അവിടെ നിന്ന് കാഴ്ചകൾ മാറ്റി, ഫോക്കസ് മാറ്റി പുതിയൊരു സ്ഥാപനത്തിലോട്ടോ അല്ലെങ്കിൽ പുതിയൊരു വിങ്ങിലോട്ടോ അതല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിലോട്ടോ പോലും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ പ്രോപ്പറായിട്ടുള്ള പഠനം, നമ്മൾ ആ സമയം ഉപയോഗിക്കേണ്ടത് പ്രോപ്പറായ പഠനത്തിനും, അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്ക് റിവ്യൂ സിസ്റ്റം പ്രോപ്പറായിട്ട്, ഇപ്പം നിലവിലുള്ള ബിസിനസ്സിനുള്ള റിവ്യൂ സിസ്റ്റം പ്രോപ്പറായിട്ട് റൺ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഏതൊരു ബിസിനസ്സിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മുടെ കൈകളിലല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോഴും നമ്മളുടെ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിസർവ് ഫണ്ട്, എപ്പോഴും ഒരു ലിക്വിഡ് ഫണ്ടായിട്ട് തന്നെ നമ്മൾ മാറ്റി വയ്ക്കണം. അടുത്തൊരു 6 മാസത്തേക്കെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പതുക്കെ കുറച്ച് നമ്മുടെ ചില ശതമാനം ഫോക്കസ് നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണെങ്കിലും ഫോക്കസ് ഇല്ലാതെയാണ് നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ പരാജയമായിരിക്കും.